മദ്യശാലകളിൽ നിന്ന് പണപ്പിരിവിന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും കെട്ടിടം പണിയുന്നതിനായുള്ള ധനസമാഹരണമാണ് നടന്നതെന്നുമുള്ള ന്യായീകരണവുമായി ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ രംഗത്തെത്തി. ഡ്രൈഡേ ഒഴിവാക്കുന്നതടക്കം മദ്യനയം അനുകൂലമായി മാറ്റാൻ ഓരോ ബാറുടമയും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദ സന്ദേശത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ. തിരുവനന്തപുരത്ത് സ്ഥലം വാങ്ങി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പണിയുന്നതിനാണ് കേരളത്തിലെ 900 മദ്യശാലകളിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം പിരിവ് നടത്താൻ നിർദ്ദേശം നൽകിയത് എന്നാണ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ പ്രതികരിച്ചത്. ധനസമാഹരണം വായ്പയായി നടത്താനായിരുന്നു തീരുമാനമെന്നും സുനിൽകുമാർ പറഞ്ഞു. ഈ 2.5 ലക്ഷം രൂപ ഞങ്ങൾ ലോണായിട്ടാണ് വാങ്ങുന്നത്. ഈ പൈസ കിട്ടാനുള്ള ജില്ലകളിൽ നിന്ന് ഇമീഡിയറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് തരികയും ആ രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. തെറ്റായ ശബ്ദ സന്ദേശം നൽകിയ അനിമോനെ ഫെഡറേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണെന്നും സുനിൽകുമാർ പറഞ്ഞു. ഇപ്പോൾ സംഘടനയ്ക്ക് നിരക്കാത്ത രീതിയിൽ വേറൊരു അസോസിയേഷൻ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം തന്നെ അനിമോൻ അവിടെ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് പോയി. അനിമോൻ ഇറങ്ങി പോവുകയും ചെയ്തു. എന്നാൽ 2 ലക്ഷം രൂപ നൽകിയെന്ന ആരോപണം നിഷേധിച്ച് അണക്കര സ്പൈസസ് ഗ്രോവ് ഹോട്ടൽ രംഗത്ത് വന്നു. ഹോട്ടൽ ഡയറക്ടർ ബോർഡ് അംഗം അരവിന്ദനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരു ഡയറക്ടറാണ് ഞാൻ അറിഞ്ഞിട്ടില്ല, കൊടുത്തിട്ടില്ല. ഈ അനിമോൻ എന്ന് പറയുന്ന ആള്, തൊടുപുഴയിലുള്ള അനിമോൻ എന്ന് പറയുന്ന ആൾക്ക് ഈ നമ്മുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ വല്ലതും ഉണ്ടോ? ഇതിനിടെ സ്പൈസസ് ഗ്രോവ് ഹോട്ടലിൽ അനിമോന് ഷെയർ ഉള്ളതായും സൂചനയുണ്ട്. തന്റേതായി പുറത്തു വന്ന ശബ്ദ സന്ദേശം പരിശോധിക്കട്ടെ എന്നായിരുന്നു അനിമോന്റെ പ്രതികരണം. ജനം, തിരുവനന്തപുരം.